മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം നടത്തുന്നത് ഒരുപക്ഷെ സജി ചെറിയാന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത്ഭുതമുണ്ടാവില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സജി ചെറിയാൻ നേരത്തെ ഭരണഘടനയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്നടക്കം മാറി നിൽക്കേണ്ടി വന്ന ആളാണ്. ഈ മന്ത്രി ഈ ആക്ഷേപത്തിന് കാരണമായിട്ട് പറയുന്നത് പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ ക്രൈസ്തവ സമുദായ നേതാക്കന്മാർ ആ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയി എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ആരെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ക്ഷണിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും അതൊരു വലിയ ബഹുമതിയായിട്ടാണ് കണക്കാക്കുന്നത്. സജി ചെറിയാൻ ഇപ്പോ നടത്തിയിരിക്കുന്ന പരാമർശം ഒരുപക്ഷെ വി.എൻ. വാസവൻ ഇപ്പൊ പുതിയ വകുപ്പ് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും അസഭ്യങ്ങളും പറയുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേകത. കാരണം പഴയ തലമുറയിലെ ആർഷോയാണ് ഈ സജി ചെറിയാൻ. അതുകൊണ്ട് സജി ചെറിയാനിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനും വിഷമാണ്. ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 6 സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. ഗോവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമുദായം മുഴുവൻ ബിജെപിക്കെതിരാണ് എന്ന് സജി ചെറിയാൻ കരുതുന്നുണ്ടെങ്കിൽ അത് വസ്തുതകളുമായിട്ട് ബന്ധമില്ലാത്തതും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതുമാണ്. അതുകൊണ്ട് ഈ പിണറായി വിജയൻ കേരളത്തിന്റെ വരദാനം എന്ന് പറഞ്ഞ വാസവന് ഒരു പുതിയ വകുപ്പ് കിട്ടിയെങ്കിൽ, അതുപോലെ എന്തെങ്കിലും അസഭ്യം നടത്തിക്കഴിഞ്ഞാൽ തനിക്കും എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നടന്നതെങ്കിൽ പിണറായി വിജയൻ ആണത് പരിഗണിക്കേണ്ടത്. ഏതായാലും ഈ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയതിനെ ആക്ഷേപിക്കുന്ന സജി ചെറിയാൻ, സകല അരമനയും കയറി നിരങ്ങുന്ന സജി ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ്. എന്ത് പ്രഹസനമാണ് സജി. സിപിഎമ്മിന്റെ തന്നെ ഒരു നിലപാടായിട്ടാണ് കരുതുന്നത്. സിപിഎമ്മിന്റെ നിലപാടല്ലേ അല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്, ഞാനല്ലല്ലോ പറയുന്നത്. ഇത്തരത്തിൽ വിരുന്നിടത്ത് ക്ഷണിക്കുമ്പോൾ അവർ പോകുമ്പോഴൊക്കെ തന്നെയും ബിജെപിക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാവുന്നതെന്നൊരു ഭയം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അതെനിക്കറിയില്ല, അത് ആ ഭയം കൊണ്ടാണോ അതോ സ്വന്തം സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ? കാരണം പിണറായി മന്ത്രിസഭയിൽ വലിയ ഗുണ്ടായിസം കാണിക്കുന്നവർക്കാണ് മന്ത്രിസഭയിൽ കൂടുതൽ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ അംഗീകാരം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ? ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, പിണറായി മന്ത്രിസഭയിൽ ഇപ്പോൾ വാസവന് ഏറ്റവും ഒടുവിൽ കിട്ടി, അതിന്റെ പശ്ചാത്തലം. പിന്നെ സജി ചെറിയാന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ചരിത്രമൊക്കെ ഒരു വശത്തിരിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ കേരളീയ സമൂഹം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മൗനമാണല്ലോ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ക്രൈസ്തവ സമുദായത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. ആ മൗനം എന്തുകൊണ്ട് എന്നുള്ളതാണ് കേരളീയ സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, വേറെ ഏത് കലാപം? കലാപത്തെക്കുറിച്ച് ക്രൈസ്തവ സമുദായത്തിലെ ആളുകൾ മുഴുവൻ തന്നെ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കലാപത്തെക്കുറിച്ച് സിപിഎമ്മുകാരും കോൺഗ്രസുകാരും നടത്തിയ പ്രചരണം പൊളിഞ്ഞുപോയതിലുള്ള ജാള്യതയും ഒരു വിഷമമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. കലാപത്തെക്കുറിച്ചുള്ള പ്രശ്നം, കലാപം എന്തായിരുന്നു എന്നുള്ളത് കലാപത്തെക്കുറിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വം പറയുന്നതിനേക്കാൾ വലിയ വസ്തുത
ആർക്കെങ്കിലും പറയാനുണ്ടോ? കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രീനാരായണ ഗുരുവിനെ പിണറായി വിജയനാണ് അറിയുന്നത് എന്നുള്ള ധാരണ വരുത്തുന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നത് പോലെ അപഹാസ്യമാണ് മണിപ്പൂരിൽ നടന്നതിനെക്കുറിച്ച് ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് പിണറായി വിജയനും സുധാകരനും സതീശനും ഒക്കെ നടത്തിയ പ്രസ്താവന. അതുകൊണ്ട് ആ പ്രസ്താവനകളൊക്കെ പൊളിഞ്ഞു പോകും. അതിന് അധിക കാലത്ത് ആയുസില്ല. അല്ല, അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഗവർണറെ അപമാനിക്കുകയും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ഗവർണറെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പറഞ്ഞേക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി നാട്ടിലുണ്ടാവുമ്പോ ഇതൊക്കെ നടക്കുന്നത് അത്ഭുതപ്പെടാനില്ല. പക്ഷേ അതുകൊണ്ട് ഗവർണറുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരും എന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നേ പറയാൻ പറ്റും. കാരണം ഗവർണർ എടുത്തിരിക്കുന്ന നിലപാട് വളരെ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ്. സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് സർവകലാശാല ബില്ല് അദ്ദേഹം തടഞ്ഞുവെച്ചു. ലോകായുക്ത ബില്ല് അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ബില്ലിലും അദ്ദേഹം ഒപ്പിടാതിരിക്കുന്നില്ല. അദ്ദേഹം ഒപ്പിടാതിരിക്കുന്നത് ആകെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന, അവർക്ക് മാത്രം പ്രയോജനമുണ്ടാകുന്ന നിയമനിർമ്മാണം നടക്കുമ്പോൾ ഗവർണർ വിശദീകരണം ചോദിക്കുന്നു. വിശദീകരണം ആരും കൊടുക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒപ്പിടാൻ നിർവാഹമില്ലാത്ത സ്ഥിതി ഉണ്ടാവുന്നു. അദ്ദേഹം തടഞ്ഞു വെച്ചതല്ല, വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണം വരുന്നില്ല സർക്കാരിന്റെ ഭാഗത്ത്. സിൽവർ ലൈനിനെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു? ഇന്ന് ഈ വാർത്ത വന്നപ്പോ വാർത്ത വരുന്നത് തന്നെ എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം സിൽവർ ലൈനിന്റെ കാര്യത്തിൽ റെയിൽവേയുടെ നിലപാട് എത്രയോ കാലം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. റെയിൽവേ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിൽ വന്ദേ ഭാരത് വേഗതയേറിയ സർവീസ്, ആ സർവീസ് വന്ദേ ഭാരതിലൂടെ സാധ്യമാകും. ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ വിമർശനത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു വി മുരളീധരൻ. പരാമർശം കേരളത്തിന് അപമാനമെന്ന് അദ്ദേഹം പറഞ്ഞു.